കിഫയുടെ പ്രതിനിധിയുണ്ട് സിജോ മാത്യു. ശ്രീ സിജോ മാത്യു, നമ്മൾ ഈ ഒരു ബോർഡ് റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന്റെ ബോർഡ് എന്ന് നമ്മൾ ഇപ്പം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാർത്തകൾ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളും ഇതിനെതിരെ പോരാടുന്ന ഒരു ആളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അത് കാണുന്നു, നിരവധി മനുഷ്യർ നിരത്തിലായി പോകുന്ന, ഇല്ലെങ്കിൽ വഴിയാധാരമായി പോകുന്ന അവസ്ഥയിലേക്ക് ഈ ബോർഡുകൾ മാറുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇവിടെ സർക്കാർ കുറച്ചുകൂടി, അതായത് ഈ വനംവകുപ്പിന്റെ ഈ കടന്നുകയറ്റം, ഒപ്പം തന്നെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലുമുള്ള പ്രശ്നത്തിലേക്ക് ഇടപെടൽ നടത്താതെ ഇവർക്കൊരു ആശ്വാസം ഉണ്ടാക്കുന്നില്ല? ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വനം വകുപ്പിൻ്റെ കൈവശം ഇരിക്കുന്ന ഭൂമി അതിന് പട്ടയം കൊടുത്ത റവന്യൂ വകുപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ തുടർന്ന് ഒരാവശ്യങ്ങൾക്ക് ചെല്ലുമ്പോഴാണ് ഈ ചതിക്കപ്പെട്ട വ്യക്തികളാണെന്ന് ഇവരെന്ന് സ്വയം ബോധ്യപ്പെടുന്നത്. തുടർന്ന് കരമടയ്ക്കാനോ അതിലൊരു വീട് വെക്കാനോ അതിലൊരു മരം മുറിക്കാനോ യാതൊരു നടപടിയും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് അവരെത്തുന്നത്. അതിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഇതൊരു പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി പേര് അതിൽ ചതിക്കപ്പെട്ടു തന്നെ ഉണ്ട്. അതായത് വനം വകുപ്പിൻ്റെയാണ് അവരുടെ ഭൂമി, അതായത് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റിൽ വെസ്റ്റ് ചെയ്ത ഭൂമി വനം വകുപ്പിൽ നിന്ന് കൈവശം ഇരിക്കുന്ന സാധനം അത് വനം വകുപ്പിൽ നിന്ന് അറിയാതെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് പട്ടയം കൊടുത്ത് ഭൂരഹിതരായ ആൾക്കാർക്ക് കൊടുക്കുന്നു. അവർക്ക് 4-5 സെൻറ്റ് സ്ഥലമേ കൊടുക്കുന്നുള്ളൂ. ഈ 5 സെൻറ്റ് സ്ഥലത്തോ അല്ലെങ്കിൽ 4 സെൻറ്റ് സ്ഥലത്തിൽ അവർ വീട് വെച്ച് താമസമാകുമ്പോൾ 2-3 വർഷം കഴിയുമ്പോഴാണ് വീണ്ടും അത് വനം വകുപ്പ് ഒരു നോട്ടീസ് കൊടുക്കുന്നത്, ഞങ്ങളുടെ ഭൂമിയാണ് കരമടയ്ക്കരുന്ന് വില്ലേജിലേക്ക് നോട്ടീസ് ചെയ്യുമ്പോൾ പിന്നെ ആ ഭൂമി കരമടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോധം പൊന്നു കാത്ത് നിൽക്കണ പോലെ ആ വീട്ടുകാർക്ക് അവിടെ ഇരിക്കുക എന്നല്ലാതെ വേറെ യാതൊരു കാര്യവും ഇല്ല. അത് ചുമ്മാ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഭൂമി കൈവശമാക്കണമെങ്കിൽ തുടർന്ന് ഈ ഗവൺമെൻറ് കൊടുക്കുന്ന പട്ടയവുമായിട്ട് ഫോറസ്റ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ഫോറസ്റ്റ് ട്രൈബ്യൂണൽ വാദപ്രതിവാദത്തിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് അന്വേഷണ കമ്മീഷൻ സ്ഥലം പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് അനുകൂലമായി വിധി വന്നാൽ പിന്നെ ഗവൺമെൻറ്റിന് 3 വർഷം അപ്പീൽ സമയമുണ്ട്. ആ 3 വർഷം വെയിറ്റ് ചെയ്യണം. പിന്നെ ഹൈക്കോടതിയെ സമീപിക്കണം, WPC ഫയൽ ചെയ്യണം, അതിനൊരു വിധി വരണം. വിധി വന്നതിന് ശേഷം കണ്ടംപ്റ്റ് ഫയൽ ചെയ്ത ശേഷം അത് വിധി വന്നതിന് ശേഷം മാത്രമേ ആ ഭൂമി റെസ്റ്റോർ ചെയ്തിട്ട് വനം വകുപ്പ് നൽകുള്ളൂ. പോസിബിൾ ആണ് എന്നുള്ളത് കൂടിയാണ് ശ്രീ സിജോ. കാരണം പാലക്കാടിനെ സംബന്ധിച്ചാണെങ്കിൽ പാലക്കാട് ട്രൈബ്യൂണൽ പോലും കോഴിക്കോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം നിയമപരമായി പോലും ഇവർക്ക് യാതൊരു തരത്തിലുമുള്ള പരിരക്ഷ ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു തരത്തിലുള്ള സഹായം പോലും ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതുകൂടിയല്ലേ അതുകൊണ്ടൊക്കെ വ്യക്തമാകുന്നത്? തീർച്ചയായും ഈ 4 സെൻറ്റിൽ വേറെ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണല്ലോ അവന് 4 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ട് ഒരു വീട് വെക്കാൻ സ്ഥലം കൊടുക്കുന്നത്. അവനെ കൊണ്ട് ഈ പറയുന്ന ട്രൈബ്യൂണലിനെ സമീപിക്കാനോ ഹൈക്കോടതിയെ സമീപിക്കാനോ ഒക്കെ ത്രാണിയില്ലല്ലോ. സത്യത്തിൽ ഗവൺമെൻറ് അവർ ചതിക്കുകയാണ് ചെയ്യുന്നത്. പട്ടയം കൊടുക്കുമ്പോൾ കൈയടിക്കാനും അതിനുശേഷം കൊടി പിടിക്കാനും ഒരാൾക്കാരുണ്ടാവുന്നല്ലാണ്ട് അതിൽ കൂടുതലൊരു മെച്ചം എന്തെങ്കിലും ഒരു ഗുണം ആർക്കെങ്കിലും ഉണ്ടായത് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി പേരുണ്ട്, പുതുപ്പരിയാരം, മുണ്ടൂർ, കോങ്ങാട് പ്രദേശങ്ങളിൽ ഒത്തിരി പേര് അങ്ങനെ താമസിക്കുന്നുണ്ട്.